യോഗത്തിലൂടെ ഭക്തിയാണെങ്കിൽ വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളാണ്, വേഗം കഴിയും. ടോട്ടൽ സറണ്ടർ. ഞാൻ ഗുരുവായൂർ സന്ധ്യ കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ ചോദിച്ചപ്പോൾ എനിക്കൊക്കെ വളരെ ഉള്ളൂ. നമുക്ക് വളരെ എളുപ്പമാണ്, ഒരു പ്രശ്നം ഉണ്ടാവാതെ ഗുരുവായൂരപ്പൻ നോക്കുക. എങ്ങനെയാണെന്നല്ലോ, നമ്മൾ 100% സറണ്ടർ ചെയ്യുക. അത് എവിടെയാണെങ്കിലും അതെ കേട്ടോ. നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ടോട്ടൽ സറണ്ടർ ചെയ്താൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ. അത് നമ്മൾ വിചാരിക്കുന്നത് എന്ത് കർമ്മം ചെയ്താലും, നമ്മളൊരു സ്കൂളിലെ ടീച്ചറായാലും ഒരു ബാങ്കിലെ മാനേജറായാലും ടോട്ടൽ ആ കർമ്മത്തിൽ സറണ്ടർ ചെയ്താൽ നമുക്ക് വളരെ എളുപ്പമായി. അങ്ങനെയാണ് വേണ്ടത്. അങ്ങനെ ചെയ്താൽ അത് തന്നെയാണ് ഭക്തി. അതിനോടുള്ള ഭക്തി എന്ന് പറയും, കർമ്മത്തിനോടുള്ള ഭക്തി. ഇപ്പൊ ധനത്തിനോട് മാത്രമേ ഭക്തിയുള്ളൂ എന്നുള്ള നിലയായപ്പോഴാണ് പ്രശ്നമായത്. അങ്ങനെ വരുമ്പോൾ ഈ ധർമ്മത്തിന് പ്രസക്തി ഇല്ലാതെ വരും. അധർമ്മത്തിലൂടെ സമ്പാദ്യം ഉണ്ടാക്കിയാൽ നമുക്കും അടുത്ത തലമുറയ്ക്കും ദോഷമില്ല. തൽക്കാലം ഒരു സുഖമുണ്ടെന്നൊക്കെ തോന്നും, പക്ഷെ അത് അനുഭവിക്കാതെ നെഗറ്റീവായിട്ട് നമുക്ക് അനുഭവമില്ലാതെ പോവുകയില്ല, അടുത്ത തലമുറയ്ക്കും കൂടി ദോഷം ചെയ്യും. അതുകൊണ്ടാണ് അധർമ്മം ചെയ്യരുത്, ധർമ്മം മാത്രമേ ചെയ്യാവൂ എന്ന് പറയുന്നു. ഇത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഫോറിനേഴ്സിന് മനസ്സിലാവും, അവരും ശരിയാണെന്ന് പറയും. ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ ഇൻസൾട്ട് ചെയ്യുന്നത് നല്ലതല്ല എന്ന് ലോകത്തിൽ എല്ലാവർക്കും അറിയാം. ഇതന്നെയാണ് ഇവിടെ ഈ ധർമ്മം എന്ന് പറയുന്നത്. നമ്മൾ വേറെ തരത്തിൽ അത് മനസ്സിലാക്കിയാൽ മതി. വേറെ ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമായി ആൾക്കാർക്ക്. നമ്മൾ സംസ്കൃതത്തിൽ പറയുമ്പോഴാണ് ആൾക്കാർക്ക് വിഷമം, അല്ലെങ്കിൽ കുറച്ച് ആ ഒരു ഫിലോസഫിക്കലായിട്ട് പറയുമ്പോഴാണ് അതിന് വിഷമമുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം ഒരു ഭക്തനായിട്ട്, യഥാർത്ഥ ഭക്തനായിട്ട് ജീവിക്കുക. അങ്ങനെയാണെങ്കിൽ അയാളുടെ ജീവിതം ശ്രേഷ്ഠമായി എന്ന് പറയാം എന്നാണ് ഭാഗവതത്തിൽ പറഞ്ഞത്. ഇത്രയും എളുപ്പമായിട്ടൊരു വഴി വേറെ ഇല്ല. പറഞ്ഞില്ലേ, സദാ ശരണം പ്രാപിക്കുക, കംപ്ലീറ്റ്. അതിന് നമസ്കാരം തന്നെ അതിൻ്റെ ഒരു പ്രത്യക്ഷ ലക്ഷണമാണ്. ഈ നമസ്കരിക്കുക, സാഷ്ടാംഗ നമസ്കാരം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ലോകത്തിലെ ഈ ഭാരത സംസ്കാരത്തിൽ, ഭാരതീയമായ സംസ്കാരത്തിൽ മാത്രമല്ല. തൊഴുക, വന്ദിക്കുക, ഇതൊക്കെ ഒരു വലിയൊരു മെസ്സേജാണ് കൺവേ ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മളൊരാളുടെ നമസ്കരിക്കുക, നമ്മുടെ ഗുരുവാണെങ്കിലും ആചാര്യനാണെങ്കിലും നമ്മളിൽ ഉയർന്ന ആളാണെങ്കിൽ, കാരണവന്മാരാണെങ്കിൽ അവരെ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് അങ്ങയുടെ അധീനനായി, അങ്ങയുടെ അധീനതയിലായി, അല്ലെങ്കിൽ ഞാൻ അങ്ങേക്ക് വിധേയനായി മാറി എന്നാണ് ആ നമസ്കാരത്തിലൂടെ നമ്മൾ പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാനെ നമസ്കരിക്കുക. വെറുതെ നമസ്കരിച്ചിട്ട് കാര്യമില്ല, എന്താ ഉദ്ദേശം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതിന് ഏറ്റവും അപ്പൊ ഇന്നത്തെ കാലത്ത് ഈ ജ്ഞാനവും വൈരാഗ്യവും, ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ, ബ്രഹ്മസൂത്രം തുടങ്ങിയിട്ടുള്ള വലിയ വലിയ കടിച്ചാൽ പൊട്ടാത്ത, സാധാരണക്കാർക്ക് മനസ്സിലാവാത്ത ശാസ്ത്ര തത്വങ്ങൾ പഠിച്ച് സമയം കളയുന്നതിനേക്കാൾ എളുപ്പം ഇന്നത്തെ കാലത്ത്, കലികാലത്ത് ഭക്തി മാർഗത്തിലൂടെ പോവുകയാണ് മോക്ഷം കിട്ടാൻ. മോക്ഷം കിട്ടുക എന്നർത്ഥം സന്തോഷമായിട്ട് ജീവിക്കുക എന്നതിൻ്റെ അർത്ഥം. സന്തോഷമായിട്ട് അവനും ചെയ്യേണ്ട കാര്യങ്ങൾ വേണ്ട പോലെ ചെയ്താൽ അയാൾക്ക് മോക്ഷം കിട്ടും. ഞാൻ ആദ്യം പറഞ്ഞതാണ്. അപ്പൊ അതിന് ഈ വേദം ഉപനിഷത്തൊക്കെ പഠിക്കാൻ കുറച്ച് വിഷമമുണ്ട്. കാരണം ആദ്യം അത് ഹൃദയസ്ഥമാക്കണം, അതിനെ ഞാൻ അധീതി ബോധാചരണമൊക്കെ വേണ്ടേ. ഇതൊന്നും വേണ്ട, നമ്മൾ അതുപോലെ ജീവിച്ചാൽ മതി, ഒരു യഥാർത്ഥ ഭക്തനായിട്ട് ജീവിച്ചാൽ മതി. അതാണ് ഇതിൽ പറയുന്ന തത്വം. അതിനു വേണ്ടിയിട്ട് നിരവധി കഥകൾ, പലതും സിംബോളിക്കായിട്ട് പറയുന്നതാണ്. ആ കഥകളിലൂടെയാണ് ഹിതോപദേശങ്ങൾ ഭാഗവതത്തിൽ പറഞ്ഞത്. എത്ര കഥകളാണ്! പ്രഹ്ലാദിന്റെ കഥയൊക്കെ നമ്മൾ കേട്ടു കഴിഞ്ഞാൽ, ധ്രുവന്റെ, അംബരീഷിന്റെ പറഞ്ഞില്ലേ, അത് ആദ്യം മുതലേ ശ്രീനാരദ മഹർഷിയുടെ മുതൽ എല്ലാവരുടെ ജീവിതവും ശ്രേഷ്ഠമായിട്ടാണ്. അത് നമ്മൾ നോക്കിയാൽ മതി. പലതും നമ്മുടെ പ്രത്യക്ഷത്തിൽ കേട്ട് കഴിഞ്ഞാൽ അതിനൊരു ഭംഗി തോന്നില്ല, പക്ഷെ അതിന്റെ ആന്തരാർത്ഥം നമ്മൾ മനസ്സിലാക്കിയാൽ ഇത്രയും ഉത്കൃഷ്ടമായിട്ടുള്ള തത്വങ്ങൾ വേറെ എവിടെയില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ പുരാണത്തിലുള്ള പ്രത്യേകത, വേദത്തിൽ പറയുന്ന തത്വങ്ങളൊക്കെ അതുപോലെ ഉണ്ട്, പക്ഷെ ഭക്തിയിൽ ഒളിപ്പിച്ച് ചില മരുന്നൊക്കെ മധുരം പുരട്ടി കൊടുക്കുന്ന പോലെയാണ്. എൻ്റെ ഉള്ളിൽ കയ്പുണ്ടെങ്കിലും മധുരം പുരട്ടി കൊടുക്കുന്ന പോലെ. കയ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉദ്ദേശിച്ചത് കടിച്ചാൽ പൊട്ടാത്ത വിഷയം എന്നാണ്. അപ്പോൾ ഈ ബ്രഹ്മസൂത്രം പോലുള്ള, അല്ലെങ്കിൽ അതുപോലെയുള്ള അദ്വൈത വേദാന്തം പോലുള്ള ശാസ്ത്രങ്ങൾ, വേദാന്തം പോലുള്ള ശാസ്ത്രങ്ങളൊക്കെ പഠിക്കാൻ എളുപ്പമല്ല. ടെക്നിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അതൊക്കെ ഒരുപാട് സമയം എടുക്കും. പക്ഷെ ഇതൊന്നും വേണ്ട. നമുക്ക് നാളെ മുതൽ വേണമെങ്കിൽ ഭാഗവതമോ നാരായണിയോ വായിച്ചു തുടങ്ങിയാൽ കുറച്ച് കാലം കഴിയുമ്പോൾ അർത്ഥം മനസ്സിലാക്കാൻ തുടങ്ങും. അതിനോടൊരു ഭക്തി തോന്നും, ആസക്തി തോന്നും, താല്പര്യം തോന്നും, അതിനനുസരിച്ച് ജീവിക്കാനിട വരും. അതാണ് വേണ്ടത്. അതിനാദ്യം വേണ്ടത് കുറച്ച് വിദ്യയാണ്.
വിദ്യ വേണം. വിദ്യ ഉണ്ടായാൽ മാത്രം പറയാം. ഇപ്പം ഏറ്റവും വലിയ പ്രശ്നം, കുറച്ച് വിദ്യ ഉണ്ടായാൽ അഹങ്കാരമായി, കുറച്ച് എന്തെങ്കിലുമൊക്കെ പഠിച്ചാൽ തലക്കനം എന്ന് പറയും. അതാണ് ഇന്നത്തെ കാലത്ത് പണ്ഡിതന്മാരിൽ കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. പണ്ടുണ്ടായിരുന്നു, പക്ഷെ ഇത്ര ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വിദ്യാദദാതി വിനയം. സുഖം കിട്ടാൻ വേണ്ടി സുഖത്തിലേക്കുള്ള ഒരു വഴി കൂടി ശ്ലോകം ഞാൻ പറയാം. വിദ്യാദദാതി വിനയം. വിനയം വളരെ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ അധപതനം ഉണ്ടാവും. വിദ്യ വിനയത്തെ ഉണ്ടാക്കുന്നു. യഥാർത്ഥമായിട്ടുള്ള വിദ്യ അഭ്യസിച്ചാൽ, ഉൾക്കൊണ്ട് പഠിച്ചാൽ വിനയം ഉണ്ടാവും. വിദ്യാദദാതി വിനയം. വിനയാദ്യാദി പാത്രത. വിനയവും വിദ്യയുമുള്ള ഒരാൾക്ക് പേഴ്സണാലിറ്റി ഉണ്ടാവും. അതാണ് പാത്രത്വം എന്നുള്ളത്. ഇതൊരു ഇൻഡിവിജ്വാലിറ്റി, അയാൾക്ക് ഒരു വ്യക്തിത്വം നമ്മൾ പറയും, മലയാളത്തിൽ പറയും. ആ പേഴ്സണാലിറ്റി, അതൊരു വ്യക്തിത്വം ഉണ്ടാവും. അങ്ങനെ വ്യക്തിത്വം ഉണ്ടായാൽ തന്നെ അയാൾ വലിയ ഉത്തമനായി. വിനയാദ്യാദി പാത്രത, പാത്രത്വം, അയാൾക്ക് സവിശേഷമായിട്ടുള്ള വ്യക്തിത്വം ഉണ്ടാവും. വ്യക്തിത്വത്തിന് ഉടമ എന്ന് പറയും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പാത്രത്വാൻ ധനമാപ്നോതി. അങ്ങനെ ഒരു സവിശേഷമായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സമ്പത്ത് വരും. നമ്മൾ അതിനുവേണ്ടി പിന്നാലെ പോണ്ട. പാത്രത്വ ധനമാപ്നോതി, ധനം ലഭിക്കും. നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുക, നമ്മൾ അയാൾ കൊള്ളാം, അയാൾ നല്ലൊരു എന്ന് പറയിപ്പിക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു സമൂഹത്തിലൊരു സ്ഥാനം ഉണ്ടാവും. ഇപ്പം നമ്മൾ കർമ്മം ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് കർമ്മം ചെയ്യാൻ മാത്രമേ ഫലം വേണ്ടെന്ന് പറയണം. അതുകൊണ്ടാണ് എന്ത് കർമ്മം ചെയ്താലും ഫലം ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് കർമ്മഫലം. എന്ത് കർമ്മം ചെയ്താലും ഫലം ഉണ്ടാവും. അപ്പൊ പിന്നെ ഫലത്തിന് വേണ്ടി വീണ്ടും നമ്മൾ ആദ്യം ശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. വിശപ്പുള്ള ആള് ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറണം എന്ന് വിചാരിക്കൊന്നും വേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് അത് വരും. അതാണ് ആ കർമ്മത്തിന്റെ ഫലം. ഊണ് കഴിക്കുക എന്നതിന്റെ കർമ്മത്തിന്റെ ഫലം വിശപ്പ് മാറുക എന്നുള്ളതാണ്. ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് ആ വെള്ളം കുടിക്കുന്നതിന്റെ ഫലമാണ് ദാഹം മാറുക എന്നുള്ളത്. ദാഹം മാറണേ എന്ന് വിചാരിച്ചിട്ട് വെള്ളം കുടിക്കണ്ട. വെള്ളം ദാഹിക്കുമ്പോൾ വെള്ളം കൂടെ കുടിച്ചോളാം, ദാഹം മാറിപ്പോ. അപ്പൊ ആ കർമ്മഫലത്തിന് വേണ്ടി, അതുകൊണ്ടാണ് കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു ഗതാചന എന്ന് ഗീതയിൽ പറയാൻ കാരണം. ഗീതയിൽ ഓരോ വരിയും ശരിക്കും സൂക്തങ്ങളാണ്, അർത്ഥം മനസ്സിലാക്കേണ്ടതാണ്. കർമ്മത്തിന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ നല്ല കർമ്മങ്ങൾ ചെയ്യാം, ഓട്ടോമാറ്റിക് ആയിട്ട് ഫലം കിട്ടിക്കോളും എന്നാണ് ഭഗവാൻ അർജുനന് പറഞ്ഞിരിക്കുന്നത്. എന്ത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആദ്യം വേറെ ചിന്തിക്കേണ്ട, ഫലത്തിനെ കൊണ്ട് ചിന്തിക്കേണ്ട. അങ്ങനെ വേദത്തിൽ പറയുന്ന തത്വങ്ങള് ഇതിൽ പറയുന്നതാണ് ഈ ഒരു 3 വരി. നോക്കൂ, അടുത്ത വരി കൂടി കേട്ടാൽ മനസ്സിലാവും. വിദ്യാദദാതി വിനയം വിനയാദ്യാദി പാത്രത പാത്രത്വ ധനമാപ്നോതി ധനാ ധർമ്മം. ആ ധനം വേണ്ട പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ധർമ്മം ചെയ്യാൻ അവസരം ഉണ്ടാവുക ചെയ്യും. എൻ്റെ ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ 100 രൂപ എനിക്ക് പാവപ്പെട്ടവന് കൊടുക്കാൻ ഒരു നല്ല മനസ്സുണ്ടാവും. അങ്ങനെ മനസ്സുണ്ടാക്കി കഴിഞ്ഞാൽ അതാണ് ധർമ്മം. ഇറ്റ് ഈസ് കോൾഡ് ധർമ്മ. അങ്ങനെ ധർമ്മം ചെയ്താൽ ധനാധർമ്മം. ആ ധർമ്മം ചെയ്താൽ തീർച്ചയായിട്ടും സുഖം ഉണ്ടാവും. നമ്മളൊരു നല്ല കാര്യം ചെയ്താൽ നമ്മൾ നോക്കിക്കോളും. നല്ലൊരു സൽക്കർമ്മം ഒരാൾ ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അയാൾക്ക് അതിൻ്റെ ഒരു സുഖം കിട്ടും. അത് ഭൗതികമായിട്ടുള്ള സുഖം മാത്രമല്ല, ആത്മീയമായ സുഖവും കിട്ടും. ഇതാണ് സുഖം കിട്ടാനുള്ള എളുപ്പമായിട്ടുള്ള വഴി. വളരെ സിമ്പിളാണ്. വിദ്യാദദാതിയുടെയും വിദ്യ വേണം, വിനയം വേണം. അതിൽ നിന്ന് പേഴ്സണാലിറ്റി ഉണ്ടാവും. പേഴ്സണാലിറ്റി ഉണ്ടാവുമ്പോൾ ധർമ്മം ഉണ്ടാവും. ധർമ്മത്തിൽ നിന്നും ധനം കിട്ടും. ധനത്തിൽ നിന്ന് സുഖം കിട്ടും. ക്രമത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുതന്നെയാണ് അവിടെ ധർമാർത്ഥ കാമ മോക്ഷം എന്ന് പറയാൻ കാരണം. ഇത് തന്നെയാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളിൽ പകുതി പോലും ആയിട്ടില്ല. സമയത്തിന്റെ പരിമിതി, എല്ലാത്തിനും പരിമിതികളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വർണ്ണാശ്രമ ധർമ്മങ്ങളെ കുറിച്ചൊക്കെ 7ാമത്തെ സ്കന്ധത്തിൽ വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം മുഴുവൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ വായിക്കുന്ന ഭാഗം ശ്രദ്ധയോടുകൂടി നല്ല കാര്യങ്ങൾ വായിക്കുക, നല്ല കാര്യങ്ങൾ പഠിക്കുക, നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുക, നല്ല വാക്കുകൾ പറയാം. അതാണ് നല്ല വാക്കുകൾ ഓതാൻ ത്രാണി ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കാനുള്ള കാരണം. നല്ല വാക്കും നല്ല പ്രവൃത്തിയും എല്ലാവരിൽ നിന്നും കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് ഈശ്വരാരാധന. ഈശ്വരനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ തന്നെയാണ്. ഇതൊരു ഭാഗവതത്തിന്റെ ജീവിതം എങ്ങനെ ശ്രേഷ്ഠമായിട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്നതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് കണക്കാക്കിയാണ്, തുടക്കമായിട്ട് കണക്കാക്കിയാണ്. എനിക്ക് അനുഭവിച്ചിരിക്കുന്ന സമയം 7:20 7:20 അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അടുത്ത പരിപാടികൾക്ക് ആൾക്കാരെ എനിക്കുണ്ടാവും. അപ്പം ഈ ഒരു പ്രഭാഷണം എന്ന് പറയുന്നില്ല, ഈ പണ്ട് പറയും തോന്നിയത് പറയാമെന്ന് പറയുന്നത്. എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഞാൻ ഇവിടെ അവതരിപ്പിച്ചു എന്നുള്ളൂ. ഈ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിനായിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചാൽ മാത്രം മതി, ഈശ്വരാനുഗ്രഹം ഉണ്ടായിക്കോളും. അതിനുള്ളൊരു അവസരമായിട്ട് ഇത് കാണുക.
ഈ ഒരു ഇങ്ങനെ ഒരു സന്ദർഭം നമുക്ക് തന്ന ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഭാരവാഹികളോടും അതിൻ്റെ സംഘാടകനായിട്ടുള്ള പ്രൊഫസർ നാരായണൻ നമ്പൂതിരി സാർ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തു കൂടിയാണ്. അദ്ദേഹത്തിനും സംഘാടകർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ഇതിലെല്ലാം ഉപരിയായിട്ട് ഗുരുവായൂരപ്പൻ്റെ കാര്യത്തിൽ ഞാനിപ്പോഴും എനിക്ക് അതാ ഓർമ്മ വരണം. അതൊക്കെ എടുത്തിട്ട് നമ്മൾ അകത്തേക്ക് കയറി പോകുന്ന അത് മാത്രമേ ഓർമ്മ വരുള്ളൂ. ഇവിടെ വന്നാൽ പിന്നെ വേറെ ചിന്തിക്കില്ല. കുളിച്ച് വരുമ്പൊക്കെ കുളിച്ച് ശുദ്ധമായിട്ട് തൊഴാൻ പോകുമ്പോഴും മറ്റോ വിചാരമുള്ളൂ. ഗുരുവായൂരപ്പനെ പൂജിച്ച് 3 മണി രാവിലെ 3 മണി മുതൽ രാത്രി 10 വരേണ്ട സമയം വേറെ ഒന്നും ചിന്തിക്കാതെ ഗുരുവായൂരപ്പനെ പൂജിക്കാൻ പറ്റി എന്നുള്ളതൊരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അതിന് ഈശ്വരനോട് എത്രയാണ് കടപ്പാടെന്ന് പറയാനില്ല. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇവിടെ ഒന്ന് 4 വാക്ക് പറയാൻ പറ്റിയത്. എന്തായാലും അതിനൊരു അവസരം തന്ന ഗുരുവായൂരപ്പന് നന്ദി പറയുന്നു. ഗുരുവായൂരപ്പൻ്റെ കാക്കം നമസ്കരിച്ചുകൊണ്ട്, എല്ലാ ഭക്തജനങ്ങളുടെയും കാക്കം നമസ്കരിച്ചുകൊണ്ട്, ഭക്തന്മാരെ നമസ്കരിച്ചാൽ മതി, ഭഗവാനെ നമസ്കരിക്കും തുല്യാണെന്ന് പറയാറുണ്ട്. അതിന് എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം.